ഒരു പാർക്കിലാണ്. വെയിലായതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ക്ലൈമറ്റാണല്ലോ. സോ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. ഭംഗിയുള്ള കാഴ്ച കാണിക്കാം. ഒരു കുസൃതി നിറഞ്ഞ പട്ടിക്കുഞ്ഞവിടെ നിൽപ്പുണ്ട്. ഈ പ്രാവുകളോടൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയും. വഴക്കെല്ലാം കളിയാണ്, കളിക്കത്ത് മൂടാണ്. ഇന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല ഭംഗിയുള്ള കാലാവസ്ഥ, ദൈവത്തിന് സ്തുതി. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ യേശുക്രിസ്തു കയ്യിൽ ഒരാട്ടിൻ കുഞ്ഞിനെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? മനുഷ്യപുത്രൻ ജനങ്ങളുടെ ഇടയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്നാ കണ്ടിട്ടില്ലേ ഒരു പിക്ചർ? ആ ഒരു ഫോട്ടോയെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ ചൊല്ലിയൊരു കഥയുണ്ട്. പ്രാവ് കുഞ്ഞുങ്ങൾ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ കാഴ്ച കാണാൻ. കേരളത്തിൽ നമുക്ക് അങ്ങനെ പ്രാവുകളെ ഇങ്ങനെ കാണാൻ പറ്റില്ല നമ്മുടെ അടുത്ത്. ഇങ്ങനെ അത്ര ഭയമില്ലാതെ അങ്ങനെയൊന്നും അവർ വരാറില്ല. പക്ഷെ ഇവിടെ അവർക്ക് അത്ര തെല്ലും ഭയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർ അവർക്ക് ഇണങ്ങി ആണ് പ്രാവുകൾ കൂടെ നിൽക്കുന്നത്. വളരെ ഭംഗിയായ കാഴ്ചയാണത്. മൃഗങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ നമ്മളെ വിശ്വസിക്കുന്നു എന്ന് കാണുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയല്ലേ. എനിക്ക് അങ്ങനെ തോന്നുവാണ് ഈ പ്രാവുകളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആട്ടിൻകുഞ്ഞിൻ്റെ കഥ. യേശുവിൻ്റെ ആ കോൺഫിഡൻസോടുകൂടി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ കോൺഫിഡൻസോടുകൂടി ആ ഒരു മാറോട് ചേർന്ന് ഇരിക്കുന്ന ഒരു ആട്ടിൻകുഞ്ഞിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ആട്ടിൻകുഞ്ഞിനെ കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. യെരുശലേം ദേവാലയത്തിൽ ആടിനെ ബലിയർപ്പിക്കുന്ന ഒരു കസ്റ്റമുണ്ടല്ലോ പണ്ട് മുതൽക്കേ. അപ്പോൾ അങ്ങനെ ബലിയർപ്പിക്കപ്പെടുവാനായിട്ട് പല ആടുകളും ഇങ്ങനെ അങ്ങനെ അർപ്പിക്കപ്പെടാൻ കഴിയുന്നത് തന്നെ ആ ആടുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ബലിയെ അർപ്പിക്കപ്പെടുകയാണ് എന്നുള്ളൊരു ഭയങ്കരമായ ഹാപ്പിനെസ് നടക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പം ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഊനമില്ലാത്ത ആട്ടുകുഞ്ഞുങ്ങളെ മാത്രമേ അവർ ബലിയർപ്പിക്കാൻ ഈ പള്ളി അധികാരികൾ സമ്മതിച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആട്ടുകുഞ്ഞ് ബലിയർപ്പിക്കപ്പെടുവാനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി കയറി ചെന്നപ്പോൾ അവനൊരു കാലില്ല. അവനൊരു മുടന്തൻ എന്ന് പറയാൻ പറ്റില്ല. അവനൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആട്ടുകുഞ്ഞായിരുന്നു. അപ്പോൾ ഊനമുള്ളതായതുകൊണ്ട് ബലിയർപ്പിക്കപ്പെടുവാൻ പോലും അവനെ യോഗ്യതയില്ലാത്തവനായിട്ട് തിരികെ വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഞാൻ സ്വയമേ എരിഞ്ഞു തീരുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇല്ലാതായി തീരുവാൻ പോലും റെഡിയായിട്ട് മനസ്സൊരുക്കി ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പം, അതിനും നിനക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നീ ഊനമുള്ളതാണ് എന്ന് പറഞ്ഞ് തിരികെ വിടുന്ന ഒരവസ്ഥ നിങ്ങൾക്കൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ പോലും നിനക്ക് നിൽക്കാനുള്ള, ദൈവം എന്ന് പറയുന്നത് എല്ലാവരും ഉപേക്ഷിച്ചാലും അവസാനം ഉപേക്ഷിക്കാത്ത ഒരാളാണ് ദൈവം എന്നല്ലേ നമ്മളൊക്കെ കണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന് മുമ്പിൽ പോലും നിനക്ക് നിൽക്കാനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം എനിക്ക് കാണാനിടയായി. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ ദേവാലയത്തിൽ നിന്ന് വേദനയോടുകൂടി ഇറങ്ങി ആ പടികൾ ഇറങ്ങി വരുന്ന കുഞ്ഞാടിനെ കാണുന്ന യേശു അവനെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു പിക്ചറാണ് നമ്മൾ കാണുന്ന. പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അതിലുള്ള ആടിന് 3 കാലുകളേ ഉള്ളൂ. നിങ്ങൾ ഇനി ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 4 കാലുകളില്ല, 3 കാലുകളേ ഉള്ളൂ. അതൊരു വളരെ ഭംഗിയായിട്ട് ഒരു പെയിൻറ്റർ എപ്പോഴും അത് പെയിൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ജ്ഞാനായക്കാരിയായ സ്ത്രീയോട്, എൻ്റെ മകളെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ചെന്നപ്പം നായക്കുട്ടികൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത്. ഈ കില്ല പട്ടികളെ ആണ് നിങ്ങൾ നോക്കുന്നത്. നമ്മളല്ലാതെ ലക്ഷൂറിയസ് ആയിട്ട് നടത്തുന്നത്. അതിൽ ഹസ്കിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.
ഹസ്കിയുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് പട്ടികളുണ്ട്. അവർ മനുഷ്യരെ കഴിഞ്ഞും വളരെ ലക്ഷറിയസ് ആയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനത്തെ പട്ടികളെയല്ല ഇവിടെ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെറുതെ അലഞ്ഞേരി നടക്കുന്ന പട്ടി കുഞ്ഞുങ്ങൾക്ക് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യുമോ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ജ്ഞാനകാരിയായ സ്ത്രീയോട് ചോദിക്കുന്നത്. എൻ്റെ ഭക്ഷണം എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണം ഞാൻ പട്ടിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചില്ലേ? അപ്പം അവൾ പറഞ്ഞെന്താ, അവളെ വളരെയധികം അല്ലേ ഒരു മൃഗവും അതുപോലെ നിന്ദിക്കപ്പെട്ട രീതിയിൽ അവളോട് തിരിച്ച് മറുപടി പറഞ്ഞ ദൈവത്തോട് അവൾ പറഞ്ഞില്ലേ, യജമാനൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന അപ്പത്തിൽ നിന്നും ജീവിക്കുന്നില്ലേ നായക്കുട്ടികളെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നീ തരുമ്പോൾ മതി എനിക്ക് എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി അല്ലേ, കരഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിനും എന്നെ വേണ്ടേ എന്ന വേദനയോടുകൂടി ഇറങ്ങിപ്പോയ ആട്ടുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ അമ്മ ഒന്ന് പരീക്ഷിക്കാൻ ചോദിച്ച ചോദ്യത്തിന് ദൈവം ഒടുവിൽ പറഞ്ഞത്, ഇല്ലെങ്കിൽ യേശു ക്രിസ്തു ഒടുവിൽ പറഞ്ഞത് എല്ലാം സൗഖ്യമാക്കി കൊടുത്തു. അവളുടെ വിശ്വാസത്തെ അവളെ ചഞ്ചലപ്പെടുമോ എന്നൊന്ന് നോക്കി. ഇല്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. ചഞ്ചലപ്പെടില്ല എന്ന് കണ്ടപ്പം വളരെ സന്തോഷത്തോടുകൂടി അവൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം, അവൾ ആഗ്രഹിച്ചിലും കൂടുതലായിട്ട് അവളുടെ മകൾക്ക് സൗഖ്യം കൊടുത്തു അല്ലേ. അപ്പം നമ്മുടെ വിശ്വാസത്തെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി മറിക്കാൻ നോക്കാറുണ്ട് പല കാര്യങ്ങൾ. ചിലപ്പം ദൈവത്തിന് മുമ്പിൽ പോലും നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിയിൽ പലരാലും നമ്മളോട് പറയുകയും അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് നീ ചഞ്ചലപ്പെടില്ല എന്ന് ഉറപ്പുള്ളവർക്കാണ് കൊടുക്കുക. കാരണം അവൻ ചഞ്ചലപ്പെടില്ല, വെറുതെ ഒന്ന് ചഞ്ചലപ്പെടുത്തി നോക്കാം എന്നുള്ളൊരു ഓമനത്വത്തോടു കൂടിയുള്ളൊരു വാത്സല്യത്തോടു കൂടിയുള്ള ഒരു ഗെയിമായിട്ട് കാണാം അതിന്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, എൻ്റെ മകൻ അങ്ങനെയൊന്നും എൻ്റെ വിശ്വാസത്തിൽ നിന്ന് പോവില്ല, ഞാൻ എന്ത് പറഞ്ഞാലും എന്നുള്ളൊരു, ഞാൻ എത്ര അടിച്ചാലും എൻ്റെ മക്കൾക്ക് അത് മനസ്സിലാവും എന്ന് തിരിച്ചറിയുന്ന ചില അമ്മമാരും അപ്പന്മാരും ഇല്ലേ, അവരെ ഞാൻ എത്ര ശിക്ഷിച്ചാലും എൻ്റെ മക്കളല്ലേ അവർക്കത് മനസ്സിലാവുമെന്ന് തിരിച്ചറിയുന്ന അമ്മമാരും അപ്പന്മാരും ഇല്ലേ. അതുപോലെ ഒക്കെ ഒരു പരീക്ഷണമൊക്കെ കർത്താവ് നമ്മുടെ അടുത്ത് നടത്തും, വിശ്വാസത്തിൻ്റെ അചഞ്ചലമായി നിൽക്കുവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ വരുന്ന പരീക്ഷണങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ തന്നെ കാണാം. എന്നിട്ട് ഈ നോമ്പ് വളരെ ഭംഗിയായിട്ട് നമുക്ക് പൂർത്തീകരിക്കാം. കുരിശിലേക്കുള്ള വഴിയാണല്ലോ ഇനി ഒരാഴ്ച, അവിടെ നിന്ന് ഉയർപ്പിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്രയാകാം, ഉയർക്കപ്പെടാം. താങ്ക് യു.